ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി.വി. കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. വിലവർദ്ധനവ് കാരണം ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നും സർക്കാർ ഇടപെടണമെന്നും പി.വി. കൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ, ഇത്തരൊരു സമരം സംഘടിപ്പിക്കുന്നതില്ല. ജില്ലക്കകത്ത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഈ ഒരു മുദ്രാവാക്യം നടത്തിക്കൊണ്ട് ഈ കളക്ടറേറ്റിന് മുന്നിൽ പ്രദേശത്തുള്ള ഈ നാടിൻ്റെ വികസന പ്രവർത്തനം ഏറ്റവും നടത്തുന്നവരാണ് നമ്മൾ. വിവിധ ഘട്ടത്തിൽ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അവരൊക്കെ തന്നെ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യമൊത്തും വിവിധ ഈ ജില്ലക്കകത്തുള്ള ഈ സംസ്ഥാനത്തിനകത്തുള്ള വിവിധ കരാറുകാർ പല തരത്തിൽ വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് പ്രവൃത്തി ഏറ്റെടുക്കുന്നത്? കരാറുകാരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും സർക്കാരിൻ്റെ ടെൻഡർ പരസ്യം കണ്ട് പ്രവൃത്തി ഏറ്റെടുക്കുന്നവരാണ്. നമ്മുടെ ജില്ലക്കകത്ത് കണ്ണൂർ ജില്ലക്കകത്ത് ഓരോ പ്രദേശത്തും പണി ചെയ്യേണ്ട കരാറുകാരുടെ മെറ്റീരിയലുകൾ എവിടെയൊക്കകത്ത് ഈ നിരക്ക് നിക്ഷേപിക്കുമ്പോൾ ഒരു ക്വാറി ഉൽപ്പന്നങ്ങൾ ജംസാൻഡായാലും ബോർഡറായാലും നേരത്തെ കണ്ടുകൊണ്ടാണ് നിരക്ക് നിശ്ചയിക്കുന്നത്. അതിന് ആനുപാതികമായ റേറ്റാണ് നമ്മൾ ഷെഡ്യൂൾ ഡാറ്റയിൽ നിർദ്ദേശിക്കുന്നത്. അത്ര ഉദ്യമനാണ് ഈ കണ്ണൂർ ജില്ലാ കളക്ടറോട് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടു. ഈ നാടിലെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ പ്രവൃത്തിയായി മുന്നോട്ട് പോകുന്ന നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാർക്ക് സമാധാനത്തോട് വീണ്ടും കടന്നിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ്. എല്ലാ ജനപ്രതിനിധികളും പ്രാദേശികമായ പഞ്ചായത്ത് ഭരണാധികാരികളൊക്കെ തന്നെ കരാറുകാരെ നിരന്തരമായി വിളിച്ചുകൊണ്ട് ആ പണി ആരംഭിക്കണം, എന്റെ മണ്ഡലത്തിലെ എന്റെ വാർഡിലെ ആ വികസന പ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ എന്ന നിസ്സഹായ അവസ്ഥ കരാറുകാരോട് പറയും. സ്വാഭാവികമായി പ്രദേശത്തുള്ള കരാറുകാരൻ അവരോട് പ്രയാസത്തിൽ പങ്കുചേരേണ്ടി വരും. അങ്ങനെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളും ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കാനും നെട്ടോട്ടം ഓടുകയാണ്. ഒരു ലോഡ് മെറ്റൽ കിട്ടണമെങ്കിൽ ഇന്ന് ഒരു വണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പാറക്കാരന്റെ കൃഷിക്കാരന്റെ കമ്പനിയിൽ കാവലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം കേവലം കരാറുകാരന്റെ മാത്രം വിഷയമല്ല. കരാറുകാരൻ പണിയെടുത്താൽ മാത്രമേ ഈ റോഡിലൂടെ വാഹനങ്ങൾ ഓടുകയുള്ളൂ. കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിച്ചാലേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓഫീസുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരന്തരമായി ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഈ നാടിന്റെ വികസന പ്രവർത്തനം പൂർത്തീകരിക്കണമെങ്കിൽ ആവശ്യമായ മെറ്റീരിയലുകളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് ഉത്തരവാദപ്പെട്ടവർ നിങ്ങളാണ്. അത് കണ്ടില്ല നടക്കുകയാണ്. ഇന്നെന്താ ഈ സ്ഥിതി? നമ്മുടെ ജില്ലക്കകത്ത് നമുക്കറിയാം ധാരാളം ചെറുകിട ക്വാറികൾ പ്രവർത്തിച്ചിരുന്നു. മുമ്പ് ധാരാളം ക്വാറികൾ പ്രവർത്തിച്ച് ധാരാളം തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ വിവിധ മേഖലകളിൽ വിവിധ തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മേഖലയെ ആകെ തന്നെ വിഴുങ്ങിക്കൊണ്ട് കുത്തക കമ്പനിക്കാരനും അതിന് ചില ആളുകളും മാത്രം പ്രവർത്തിച്ചു കൊണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് ഒരടി മെറ്റലിന്റെ വില കൃഷിക്കാരന് പോലും കൃത്യമായി ഓർമ്മയുണ്ടാവില്ല. കാരണം ഇന്നലെ വാങ്ങിയ വിലയല്ല ഇന്ന് വാങ്ങുന്നത്. ഇന്നലെ ഒരടിക്ക് 45 ആണെങ്കിൽ ഇന്ന് 50 രൂപ. അയാളുടെ മനസ്സിൽ എന്താണ് രാവിലെ തോന്നുന്നത്? അതാണ് വില. നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ലെന്നാണ് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് N.M. സദാനന്ദൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ. ജയപ്രകാശൻ, M.K. രത്നാകരൻ, A. വിജയൻ, PM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.